അവളെ തല്ലി എന്നുള്ളൊരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ചിട്ടോ കാറ് ചോദിച്ചിട്ടോ ഒന്നുമല്ല. ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് എന്തിനാണ് നാട്ടിലൊരു കാറ്? നിങ്ങളുടെ മോളെ തല്ലി എന്നുള്ളത് സത്യമാണ്. ഞാനത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കുക. അതിനുള്ള എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം, അത് കുഴപ്പമില്ല. സ്ത്രീധനം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത്? എനിക്കിനി അറിഞ്ഞുകൂടാ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നോ നാളെ എന്താകുമെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരടങ്ങി നടക്കുകയാണ്. അവളുടെ ചേട്ടൻ അന്ന് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞത് കൊണ്ടോട്ടിയിലൊക്കെ ആൾക്കാരുണ്ട്, പിന്നെ കാണിച്ചു തരാമെന്നൊക്കെയാണ്. അപ്പം അങ്ങനത്തെ കൈക്രിയകളും കാര്യങ്ങൾക്കും ഒന്നും നിന്ന് കൊടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതമാണ്. 10-30 കൊല്ലം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ജീവിതമാണ് നിങ്ങളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അഗെയിൻ അവളെ തല്ലി എന്നുള്ളൊരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും നിങ്ങൾ ഈ പറയുന്ന പോലെ സ്ത്രീധനം ചോദിച്ചിട്ടോ കാറ് ചോദിച്ചിട്ടോ ഒന്നുമല്ല. ജർമ്മനി വർക്ക് ചെയ്യുന്ന എനിക്ക് എന്തിനാണ് നാട്ടിലൊരു കാറ്? സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു ബൈക്ക് പോലും വിറ്റിട്ടാണ് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് നാട്ടിൽ പോകുന്ന സമയത്ത് റെൻറ്റിനോ ലീസിനോ വണ്ടി എടുത്ത് നാട്ടിൽ വെക്കലാണ്. അതല്ലാണ്ട് വീട്ടിലാർക്കും ഡ്രൈവിങ് അറിയില്ല, ഒന്നും അറിഞ്ഞൂടെ. പിന്നെ അങ്ങനെ ഒരു കാർ അവിടെ ഇട്ടിട്ട് എന്തിനാ കാര്യം? അറിയില്ല. കോമൺ സെൻസ് ഇല്ലാത്ത കുറേ അലഗേഷൻസാണ് എനിക്കെതിരെ ഉന്നയിക്കുന്നത്. എനിക്ക് നീമേനോടും അച്ഛനോടും നീമയുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ മോളെ തല്ലി എന്നുള്ളത് സത്യമാണ്. ഞാനത് എവിടെ വേണമെങ്കിലും വന്ന് അംഗീകരിക്കുക. അതിനുള്ള എന്ത് ശിക്ഷയും ഞാൻ ഏറ്റെടുത്തോളാം, അത് കുഴപ്പമില്ല. സ്ത്രീധനം ചോദിച്ചു എന്നൊക്കെ പറയുന്നത് എന്ത്? എനിക്കിനി അറിഞ്ഞുകൂടാ എൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നോ നാളെ എന്താകുമെന്നോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം ഭക്ഷണം പോലും കഴിക്കാതെ ഏതോ സ്ഥലത്ത് തെണ്ടിത്തിരിഞ്ഞ് പണ്ടാരടങ്ങി നടക്കുകയാണ്. നാട്ടിൽ നിൽക്കാൻ രണ്ട് കാരണം. ഒന്നാമത്തെ കാരണം എൻ്റെ അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അമ്മേനെ എത്രത്തോളം ബാധിക്കുമെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഒരു പക്ഷേ അമ്മയ്ക്കത് താങ്ങാൻ പറ്റാതെ ചിലപ്പം അതുകൊണ്ട് ഷീ വിൽ ലിവ് എ സർവൈവ്. ആ മൊമെൻറ്റിൽ ചങ്ക് പൊട്ടി മരിച്ചു പോകുമെന്നുള്ളൊരു പേടി. പിന്നെ അത്യാവശ്യം ഭീഷണി ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ ചേട്ടൻ അന്ന് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞത് കൊണ്ടോട്ടിയിലൊക്കെ ആൾക്കാരുണ്ട്, പിന്നെ കാണിച്ചു തരാമെന്നൊക്കെയാണ്. അപ്പം അങ്ങനത്തെ കൈക്രിയകളും കാര്യങ്ങൾക്കും ഒന്നും നിന്ന് കൊടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല.